ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യാസപ്പെട്ട ഒരു സംസ്ഥാനമാണ്. 2000 നവംബർ 1 തീയതിയാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. 33 ജില്ലകളാണ് ഈ സംസ്ഥാനത്തിനുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനവും ഇത് തന്നെ. ഏറ്റവും കൂടുതൽ ധാതുക്കളും ഇവിടെ നിന്നാണ് കിട്ടുന്നത്. കൽക്കരിയും ഇരുമ്പും പെട്രോളും അതുപോലെ മറ്റുൽപ്പന്നങ്ങളും എല്ലാം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഐസ് ബൗൾ എന്നാണ് ഇതിനെ അറിയുന്നത്. ആദിവാസികളാണ് ബഹുഭൂരിപക്ഷവും. അവരുടെ കൃഷിയും മറ്റു രീതികളുമാണ് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നത്. വളരെയേറെ പിന്നോക്കാവസ്ഥയിലുള്ള പ്രദേശമാണ് ഇവിടമെന്ന് നമുക്കറിയാം. ഇവിടുത്തെ കുടുംബങ്ങളും അവിടുത്തെ കൃഷിയും അവിടുത്തെ ജീവിത രീതികളും ഒക്കെയാണ് പ്രധാന വിഷയം. ബഹുമാനപ്പെട്ട ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ആണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അവിടുത്തെ ഓരോ ഗോത്രങ്ങളും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ബ്ലോക്കുകളിലും പോയി ഓരോ ഗോത്രത്തിൽപ്പെട്ട ആളുകളെ കാണുകയും അതുപോലെ അവിടെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനുകൾ നടത്തുകയും ചെയ്താണ് കൃഷിയെ സംബന്ധിച്ച് വിവരങ്ങൾ അറിഞ്ഞത്. വളരെയേറെ പ്രാക്തന രീതിയിൽ കഴിയുന്ന ഒരുപാട് ഗോത്രങ്ങളെ കാണാനിടയായി. കോർബ, സർഗുജ, ബിലാസ്പൂർ, റായ്പൂർ, ഗൂർജ്, ഗോണ്ട, ഡംതരി, ഗാരിയബഞ്ച്, കാങ്കർ, നാരായൺപൂർ, ബസ്തർ, ബീജാപൂർ, ദന്തവാദ്, സുഗമം എന്നീ ജില്ലകളിലായി ധാരാളം പ്രദേശങ്ങളിൽ സഞ്ചരിക്കാനും ആളുകളെ കാണാനുമിടയായി. ബീര സാറാണ് ഇതിനു വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത്. ജില്ലാ കൃഷി ഓഫീസർ കൂടിയായ അദ്ദേഹം ഓരോ പ്രദേശത്തും എന്നോടൊപ്പം വരികയും അവിടുത്തെ കൃഷിയെക്കുറിച്ചൊക്കെ അറിയാനിടയായി. നമ്മൾ ഈ കാണുന്നത് ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരു തരം നെല്ലാണ്. അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ നെല്ല് ഉപയോഗിക്കുന്നത്. ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറവാണ്. അതുപോലെ ഉൽപ്പന്നമാണ്, ധാരാളമായി ഉൽപ്പാദനം ഇല്ല. പക്ഷേ ആദിവാസികളുടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമായി അത് കൃഷി ചെയ്യുന്നു. അത് സൊസൈറ്റികൾ കൊടുക്കാറുമില്ല. സൊസൈറ്റികൾ കൊടുക്കുന്ന മറ്റു തരം നെല്ലുകളാണ് ഇവിടെയുള്ളത്. ബസുമതിയുണ്ട്, വിഷ്ണു ഭോഗുണ്ട്, ജീരാപൂറുണ്ട്, ശ്രീകമലുണ്ട്, അതുപോലെ ഷീറ്റൽ ഭോഗുണ്ട്, ജോഫൂലുണ്ട്, ഗംഗാപ്രസാദ്, തുളസി മഞ്ചരി, ലാക്കി, അത്മാഷൻ മുതലായ ധാരാളം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലും മറ്റ് ആളുകളുടെ നേതൃത്വത്തിലും ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ആദിവാസികളെന്നാൽ അവരുടെ സ്വന്തം ആവശ്യത്തിന് ഉതകുന്ന ധാരാളം പ്രാക്തന വർഗ വിത്തുകളെ അവർ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ കൃഷിയെ സഹായിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒന്നാണ് കന്നുകാലി വളർത്തൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ജീവിത രീതികളും വളരെ വളരെ പ്രാകൃതമാണ്. അല്ലെങ്കിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കാണുന്ന അതേ രീതി തന്നെയാണ് ഇവിടെയുമുള്ളത്. ജലസേന ഇതാണ് ബീര സാറ്. അദ്ദേഹമാണ് ജില്ലാ കൃഷി ഓഫീസർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സഞ്ചാരവും കാര്യങ്ങളുമൊക്കെ നടന്നത്. ധാരാളം പുഴകളും അതുപോലെ തന്നെ ചെറു തടാകങ്ങളും ഒക്കെ ഇവിടെ ഈ ജില്ലകളിലുണ്ട്. ആളുകളുടെ പ്രധാന സഞ്ചാര മാർഗം അല്ലെങ്കിൽ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന സൈക്കിളാണ്. അതുപോലെ തന്നെ കാളവണ്ടികളും. ഇതാ നോക്കുക, ഒരു വലിയ കാലിച്ചന്ത പോലെ തോന്നിക്കും. എന്നാൽ ഇത് കാലിച്ചന്തയല്ല. ഒരു പ്രദേശത്ത് നിന്ന് അടുത്ത പ്രദേശത്തേക്ക് കാലികളെ തെളിച്ചുകൊണ്ട് പോകുന്നതാണ്. അവയുടെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. വാരിയല്ലുകൾ ഓരോന്നും എണ്ണിപ്പെറുക്കിയെടുക്കാൻ കഴിയും. ഇത് കാര്യമായ സംരക്ഷണമില്ലാതെ അഴിച്ചുവിട്ട് വളർത്തുന്ന കന്നുകാലികളാണ്. ഈ സമ്പത്തിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. അതുപോലെ പാലുൽപ്പന്നങ്ങളോ വളരെയേറെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ വിപണനം നടത്തുന്നുമില്ല. പക്ഷേ കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ കന്നുകാലികളെ കൂടിയേ തീരുള്ളൂ. അതുപോലെ തന്നെ കാളകളും പോത്തുകളും ഇവിടെ നിലമുഴാനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സഞ്ചാരമാർഗം ജോലിക്ക് പോകുന്ന ആളുകളാണ്. ടീനേജിലുള്ള കുട്ടികളെ കുത്തി നിറച്ച വണ്ടികൾ ധാരാളമായി കടന്നു പോകുന്നത് കാണാം. അവരും കൃഷിയിടങ്ങളിലേക്ക് കൃഷിയെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ പണിയാളുകളായിട്ട് പോകുന്നതാണ്. അഴിച്ചുവിട്ട് മേയുന്ന കന്നുകാലിക്കൂട്ടങ്ങൾ ഏതൊരു ഗ്രാമത്തിൻ്റെയും പ്രത്യേക കാഴ്ചയാണ്. പക്ഷേ ഇവയൊന്നും കാര്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. വിശാലമായ നെൽപ്പാടങ്ങളുണ്ട്. സാധാരണ കൃഷി രീതിയാണ് അവിടെയുള്ളത്. ശുദ്ധജലം കിട്ടുന്ന സ്ഥലങ്ങൾ വളരെയേറെ കുറവാണ്. അതുപോലെ തന്നെ ഉള്ളത് തന്നെ വളരെ പരിമിതമായ അവസ്ഥയിലുമാണ്. വീടുകളും മറ്റുമൊക്കെ വളരെ മോശമായ അവസ്ഥയിലാണ്.
ഒരു 8 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കാഴ്ചയാണിത്. മണ്ണ് കൊണ്ട് തേച്ച വീടുകളാണ് ഇത്. കാളവണ്ടി, ഇത്തരം കാളവണ്ടികളിലാണ് പലപ്പോഴും കൃഷിയിടങ്ങളിൽ നിന്ന് ധാന്യങ്ങളും മറ്റും കൊണ്ടുപോകുന്നത്. പല ഗ്രാമങ്ങളിലും ധാരാളമായിട്ട് വീടുകൾ കാണാം. ഇത് മണ്ണെണ്ണ നിറച്ചിരിക്കുന്ന ഇതാണ്. പഞ്ചായത്തിൽ മണ്ണെണ്ണ സൂക്ഷിച്ചിരിക്കുന്നു, അവിടെ നിന്ന് പെർമിറ്റ് എടുത്താണ് കൊണ്ടുപോകുന്നത്. ഇത് മലമ്പനി പരിശോധിക്കാൻ എത്തിയിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം വന്ന് ഇത് രോഗിയുടെ അടുത്ത് നിന്ന് രക്തസാമ്പിൾ എടുക്കുന്നു. അതിനുശേഷം അവിടെ കുത്തിവെപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നു. ചിലപ്പോൾ രക്ഷപ്പെട്ടാലായി, ഇല്ലെങ്കിലായി. നോക്കുക, കേരളത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് ഇവിടം. കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണോ? അല്ല. നമ്മളെപ്പോഴും പറയാറുണ്ട് കേരളം ഏറ്റവും മുൻപിലാണെന്ന്. അതിനൊരു മികച്ച ഉദാഹരണം തന്നെയാണ് ആരോഗ്യരംഗത്ത് കേരളത്തിൻ്റെ സ്ഥാനം മികച്ചതാകുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. ഒരു അടഞ്ഞു കിടക്കുന്ന പഞ്ചായത്ത് ഓഫീസാണ്. രണ്ട് ജോലിക്കാരുണ്ട്, പക്ഷേ അവിടെ ഒരു കാര്യങ്ങളും നടത്തപ്പെടുന്നുമില്ല. ഇത് നദികൾക്ക് കുറുകെ കിടക്കണമെന്നുണ്ടെങ്കിൽ പാലങ്ങളില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല. അവിടെ ബൈക്ക് ഓടിച്ച് ഈ പുഴ കടന്നു പോകേണ്ടി വരുന്നു. ചില പൈപ്പുകളിട്ട് അതിന് മുകളിൽ മണ്ണിട്ടാണ് ഇവിടെ പാലം ഉണ്ടാക്കിയത്. പക്ഷേ നല്ലൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ പൈപ്പുകളൊക്കെ പല വഴിക്ക് പോയി. ബൈക്ക് വെള്ളത്തിലിറക്കി ഇതാ ഓടിച്ചു പോകുന്നു. അക്കരെ എത്താൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. ഇത്തരം ബൈക്കുകളുടെ പിന്നിലിരുന്നാണ് പല ഗ്രാമങ്ങളിലേക്കും പോയത്. സഞ്ചാരം വളരെ ദുഷ്കരവും ബുദ്ധിമുട്ടുമാണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് തന്നെയാണെങ്കിലും ഡാറ്റ കളക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഇത്തരം പ്രദേശങ്ങളിൽ ധാരാളമായി സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. 282ഓളം ചെറു ഗ്രാമങ്ങളിൽ പോയി ആണ് ഡാറ്റ കളക്ഷൻ നടത്തിയത്. ധാരാളം ഗോത്രവർഗ്ഗങ്ങളെ കാണാനും ഇടയായി. പ്രാക്തന ഗോത്രങ്ങളുണ്ട്, അല്പം സംസ്കാരമുള്ള ഗോത്രങ്ങളുമുണ്ട്. ഇത് ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു നദിയുടെ വന്നിരിക്കുന്നത്. അത് ഇടിഞ്ഞ് പോകാൻ ഏറെ സാധ്യതകളാണ്. ഗ്രാമീണ റോഡുകൾ പലതും ചെമ്മണ്ണ് നിറഞ്ഞാണ്. ടാർ ചെയ്ത റോഡുകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. ഇതൊരു വീടാണ്, നോക്കുക. അതിൻ്റെ മുകളിൽ പാകിയിരിക്കുന്ന ഓടുകൾ അവിടെ തന്നെ ഉണ്ടാക്കിയാണ്, പ്രത്യേക രീതിയിൽ മണ്ണിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഓടുകളാണ്. ഇതൊരു പഞ്ചായത്ത് മെമ്പറും അദ്ദേഹത്തിൻ്റെ ഭർത്താവുമാണ്. ഇവരാണ് മെമ്പർ. പക്ഷേ ഈ മെമ്പറൊക്കെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായ സംരക്ഷണമോ അല്ലെങ്കിൽ അർഹമായ സ്ഥാനവും അവർക്ക് കൊടുക്കാറില്ല. കൊച്ചു കൊച്ചു അമ്പലങ്ങളും ആരാധനാലയങ്ങളും എല്ലായിടത്തുമുണ്ട്. അത്തരം അമ്പലങ്ങൾ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രതീകമാണ്. ഇത് കാലിലിട്ട് വന്നിക്കുന്ന ഒരു മനുഷ്യനെ നോക്കുക. പഞ്ചായത്ത് മെമ്പറാണ്, അവർ കാലിൽ തൊട്ട് വന്നിക്കുകയാണ്. ഇതൊരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ജീവിച്ചിരിക്കുന്ന പ്രസിഡന്റ്. ഒരു പഞ്ചായത്തിലെ പ്രസിഡന്റ് വീട്ടിൽ തന്നെ ഇരിക്കുന്നു, കാര്യങ്ങളെല്ലാം അവിടെ നടത്തപ്പെടുന്നുമുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ സഭ കൂടുന്നൊരു സ്ഥലമാണ്. ഓരോ വീടുകളും അവയോട് ചേർന്നിരിക്കുന്ന ഒഴിഞ്ഞ സ്ഥലങ്ങളും കാണുക. എവിടെ നോക്കിയാലും സൈക്കിളാണ്. അതാണ് പ്രധാനമായിട്ടുള്ള യാത്രാ ഉപകരണം. മോട്ടോർ വാഹനങ്ങൾ അപൂർവമായി മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ചായക്കടകളും അതുപോലുള്ള സ്ഥലങ്ങളുമൊക്കെ കണ്ട് വളരെയേറെ പ്രാകൃതമായ രീതിയിലാണ് ഇത്. രാവിലെ കാപ്പി തയ്യാറാക്കുന്നു, സമോസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സമോസയും അതുപോലെ തന്നെ അതിന് കൂടെ കിട്ടുന്ന ഒരു മുളക് വറുത്തതും പിന്നെ ലഡുവും, ഇതാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം. ചായ ഉണ്ടായിരിക്കും. ഇനി നമുക്കൊരു വിപണന കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ ചന്തയിലേക്ക് വന്നെത്തുന്ന സാധനങ്ങൾ നോക്കാം. ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ മതി. എല്ലാത്തരം പച്ചക്കറികളുമുണ്ട്, അളന്നു കൊടുക്കുന്നവയും തൂക്കി കൊടുക്കുന്നവയുമുണ്ട്. എല്ലാം പ്രാദേശികമായി ഉണ്ടാക്കിയതാണ്. അവിടെ വിറ്റഴിക്കുന്നു, ആവശ്യക്കാരത് വാങ്ങിക്കൊണ്ട് വന്നു. ബാർട്ടർ സമ്പ്രദായവും ഇവിടെയുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്ത് പകരം സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ഇത് കാളകളുടെ കഴുത്തിലിരുന്നതിനുള്ള കയറുകളും മറ്റൊക്കെ ആയിട്ടുള്ളൊരു കച്ചവടക്കാരൻ. കയ്പം പാവയ്ക്ക് കണ്ട് പച്ചമുളക് കണ്ട് അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളുണ്ട്. കുട നന്നാക്കുന്നൊരു മനുഷ്യൻ നോക്കുക. പണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടായിരുന്നു, ഇപ്പം തീരെ അപ്രത്യക്ഷമായിരിക്കുന്നു. പഴക്കച്ചവടക്കാരുണ്ട്, പലതരത്തിലുള്ള പഴങ്ങളുണ്ട്. എല്ലാം ആ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നിലക്കടല കച്ചവടം, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നിലക്കടല. അതുപോലെ തന്നെ ലഡുവുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും സമോസയൊക്കെയുണ്ട്. അതും അവിടെ ചന്തയിൽ കൊണ്ടുവരുന്നു. ചൂലുണ്ടാക്കിയിരിക്കുന്നു, ഈറ്റയും അതുപോലുള്ള സാധനങ്ങളും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവയൊക്കെ. മുറവും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെ ഉണ്ടാക്കുന്നു. ഇവയൊക്കെ ഉണ്ടാക്കുന്നത് ഓരോ പ്രത്യേക തരത്തിലുള്ള ഗോത്രങ്ങളാണ്. അവർക്ക് മാത്രമായും അറിയാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. ഒരു മത്സ്യച്ചന്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ മത്സ്യങ്ങളൊന്നും കടലിൽ നിന്നോ കായലിൽ നിന്നോ പിടിക്കുന്നതല്ല, പ്രാദേശികമായി അവിടുത്തെ കുളത്തിൽ വളർത്തുന്നവയാണ് ഇവയൊക്കെ തന്നെ. അവിടെ നിന്ന് വാങ്ങി കച്ചവടത്തിനായി ചന്തയിലേക്ക് കൊണ്ടുവരുന്നു. ചെറിയ മീനുകൾ, അതായത് വയലിനോട് ചേർന്ന ഓവുചാലിൽ വച്ചിരിക്കുന്ന ചെറിയ വലകളിൽ കുടുങ്ങുന്ന മീനുകളാണ്. വലിയ മീനുകളുണ്ട്. കടല, രോഹു മുതലായ ധാരാളം മീനുകൾ അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും. അതുപോലെ കൃഷിയിടങ്ങളോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ധാരാളം മരക്കൂട്ടങ്ങൾ കാണാം. അതിൽ മഹുവ മരവുമുണ്ട്. അതിൻ്റെ പൂവാണ് ഒരു മദ്യം വാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സൈക്കിൾ യാത്ര നോക്കുക, എത്ര ഏറെ ലളിതമാണെന്ന്.
ഓരോ കൈത്തോടുകളിലോടും ചേർന്ന് കണ്ടങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുളങ്ങളുണ്ടായിരിക്കും. അതിൽ നിന്ന് വെള്ളം തേകിയാണ് കൃഷി നനയ്ക്കുന്നത്. യന്ത്രം യന്ത്രം മൂലമുള്ള പ്രവർത്തനം വളരെ കുറവാണ്. ഇതാ പറഞ്ഞ അടുതാപ്പെന്ന് പറയും, നമ്മുടെ നാട്ടിൽ പറയുന്നതാണ്, അതും അവിടെയുണ്ട്. അത് അവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ്, അല്ലെങ്കിൽ പച്ചക്കറി ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നതാണ്. ഇത് ചോളവും മറ്റു കാര്യങ്ങളും എല്ലാത്തരം കൃഷികളും അവിടെയുണ്ട്. എല്ലാത്തരം കാര്യങ്ങളും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ മഹുവ മരം, ഇത്തരം മരങ്ങളെ ഇവർ വീടുകളിൽ വളർത്താറുണ്ട്. ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇതാ കൂട്ടം കൂടി നിൽക്കുന്ന അവിടെ എന്തെല്ലാം ഇതാണ് നടക്കുന്നത്. ചെളിവാരി എറിയലും അതുപോലെ തന്നെ നിറം പൂശലും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വല്ലപ്പോഴുമൊക്കെ വീണ് കിട്ടുന്ന ചില ഒഴിവ് സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കലാപരിപാടികൾ അരങ്ങേറുന്നുണ്ട്. ഒരു ട്രാക്ടറിൻ്റെ ടൈലറിൽ കെട്ടിയിട്ടിരിക്കുന്ന ലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ഡാൻസും പാട്ടും ബാൻഡ് മേളവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പിന്നാലെ കൂടുന്ന കുട്ടികളും അവർക്കും ഒരു ഇടവേളയാണ്, അവർക്കൊരു ഉത്സവത്തിൻ്റെ ചായ പകരുന്നു. ഓരോ ഓരോ ഊരുകളും അല്ലെങ്കിൽ ഓരോ കുടികളും അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങളും ഒന്നിനോടൊന്ന് വ്യത്യാസമാണ്. അവിടെ പാർക്കുന്ന ആദിവാസി ഗോത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഓരോ ഗ്രാമങ്ങളുടെയും പ്രത്യേകത. ഇത് മറ്റൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടത് കൊണ്ട് തന്നെ അർഹമായ സ്ഥാനം അവർക്ക് കിട്ടുന്നില്ല എന്ന് അവരെന്നോട് പറയുകയുണ്ടായി. ഇത് ഹോളിയുടെ ഭാഗമായി അടുത്ത ഗ്രാമത്തിൽ എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ധാരാളം ആളുകൾ ഇതിൻ്റെ പുറകെ കൂടുന്നുണ്ട്. ആഘോഷങ്ങൾ അങ്ങനെ പൊടിപൊടിച്ച് നടക്കുന്നു. കൃഷിയും മറ്റു കാര്യങ്ങളും ഇല്ലാത്തൊരു സമയത്ത് ഹോളി ആഘോഷങ്ങൾ അവർക്ക് പ്രധാന ഉത്സവമായി നടത്തുന്നുണ്ട്. അതിൽ സംഭാവനകൾ കൊടുക്കലും അതുപോലെ വാങ്ങിക്കലും നിറം ചാർത്തലും ഒക്കെയുണ്ട്. ഈ ഒരു വീട്ടമ്മ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ, സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ആണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. പയറും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ചെറുപയറും മറ്റു പയറുകളും ഒക്കെ അവിടെ തന്നെ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നും വെളിയിൽ നിന്നും വാങ്ങുന്നില്ല. ഉപ്പും പുകയിലയും മാത്രമേ അവർ വെളിയിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. ശർക്കര കച്ചവടക്കാരൻ അവിടെ ഉൽപ്പാദിപ്പിച്ച ശർക്കരയാണ്. കരിമ്പും അതുപോലെ സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് അവിടെയുണ്ട്. ഈ ഓരോ പ്രദേശത്തും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഓരോ ചന്തകളിലും എത്തുന്നു. പക്ഷേ കൃഷിക്ക് ശല്യമായിത്തീരുന്ന ആഫ്രിക്കൻ ഒച്ച, ഇതിൻ്റെ ശല്യം ഇവിടെ വളരെ കൂടുതലാണ്. വളരെ വലിപ്പമുള്ള ഈ ഒച്ചാണ് ഇവിടുത്തെ കൃഷിക്ക് നാശം വരുന്നത്. അതിനെ കൂട്ടത്തോടെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് പല ഉപായങ്ങളും ചെയ്യുന്നുണ്ട്. എങ്കിലും കാര്യമായ പ്രയോജനം കിട്ടാറില്ല. പല ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെ ബന്ധവസായിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളും മറ്റുമൊക്കെ. ഇതൊരു സ്കൂൾ അല്ലെങ്കിൽ ഇതൊരു അംഗൻവാടിയുടെ പിൻഭാഗമാണ്. അവിടെ ഒരു പഞ്ചായത്ത് ഓഫീസുണ്ട്. അവിടെ പ്രവർത്തനം നടക്കുന്നതെന്ന് വെച്ചാലില്ല. പക്ഷേ പഞ്ചായത്തിൻ്റെ ഫയലുകളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലാണ്. സെക്രട്ടറി അവിടെ പോകുന്നു, അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. പഞ്ചായത്തിൻ്റെ സഭ കൂടുന്നതും ഇതൊരു സ്കൂളാണ്. സ്കൂളിനോട് ചേർന്ന് നോക്കുക ഒരു വലിയ വെള്ളക്കെട്ടാണ്. പക്ഷേ 6-7 കിലോമീറ്റർ ദൂരെ നിന്നാണ് കുട്ടികൾ ഈ സ്ഥലത്ത് വന്ന് പഠിക്കുന്നത്. എന്താണെങ്കിലും വേണ്ടില്ല, ഈ പഞ്ചായത്ത് മെമ്പർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെയേറെ വിഷമം തോന്നും. കാരണം ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ വേണ്ട ഗുണം ഇതുകൊണ്ട് ഉണ്ടാകുന്നുമില്ല. വലിയൊരു കൊട്ട തലയിൽ കമത്തി ഞാൻ നിൽക്കുന്നു. വെയിൽ കൊള്ളാതിരിക്കാനും മഴ കൊള്ളാതിരിക്കാനും ഒക്കെ ആയിട്ട് ഗ്രാമീണർ ഉപയോഗിക്കുന്നതാണ്. ഒരു വലിയ ഒരു കൂട്ടം. ഈ കൂട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നെല്ല് കൊത്തുന്ന ഒരു യന്ത്രം കാണാം. കാലുകൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നെല്ല് പാറ്റുന്നതിനുള്ള യന്ത്രങ്ങളും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാം ഗ്രാമീണ തലത്തിലാണ്, അല്ലെങ്കിൽ ഗ്രാമീണരെ ഉണ്ടാക്കുന്നതാണ്. പ്രകൃതിദത്തമായിട്ടുള്ള വിഭവങ്ങളെ സംരക്ഷിക്കുകയും അവയെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാണ് ഗ്രാമീണർ എപ്പോഴും താല്പര്യം കാണിക്കുന്നത്. അതിരുകൾ വേർതിരിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നെല്ല് പാറ്റുന്നതിനുള്ള ഒരു യന്ത്രത്തിൻ്റെ ഒരു ഭാഗം. ഒരു വലിയ ഫാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് കറക്കിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു കൂട്ടുകുടുംബമാണ്. 3-4 കുടുംബങ്ങൾ ഇവിടെ ഈ കൂട്ടുകുടുംബത്തിൽ കഴിയുന്നു. ഇത് ഓടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ അച്ചാണ് കാണുന്നത്. ഈ വല്യമ്മയാണ് ഈ വീടിൻ്റെ പ്രധാനയാൾ. അവരാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ഒരു വീട്ടിലേക്ക് വേണ്ട ആഹാരം എത്ര വേണം, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതൊക്കെ അതാണ്. കൊച്ചുകുട്ടികളെ നോക്കുന്നതിന് ആളുകളുണ്ട്. അതുപോലെ അവിടുത്തെ മറ്റു കാര്യം കൃഷി നോക്കുന്നതിന് ആളുകളുണ്ട്. പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണിൻ്റെ ഒരു ഭാഗം അവിടെ വെച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ പാവക്കൂണിന് സമമായിട്ടുള്ളതാണ്. ഇത് ഒരു ചെറിയ ഫാമിലി, അല്ലെങ്കിൽ ഇതൊരു കുടുംബത്തിൻ്റെ, ഇത് മറ്റൊരു കുടുംബം, ഇതെല്ലാം താമസിക്കുന്ന ഒരേ വീട്ടിൽ തന്നെയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് അവിടെ പലയിടത്തും കാണാൻ കഴിഞ്ഞത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് തൊട്ടടുത്ത് സ്കൂളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ 6-7 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് വേണം അവർക്ക് സ്കൂളിലേക്ക് എത്താൻ. അംഗൻവാടികളുണ്ടെങ്കിലും അവ കാര്യമായ അവസ്ഥയിലില്ല. ഇവരെ ഈ പ്രായം ചെന്ന ആളിനോട് ചോദിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഒരു ചെറിയ ചാലിൽ നിന്ന് പിടിച്ച കുറച്ച് മീനുകളാണ്. ഇതെല്ലാം ഇവിടുത്തെ ആളുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്.
ഇതാ ഈ വീടിൻ്റെ ഉള്ളിൽ വളരെ തണുപ്പ് കാലത്ത് ഒരു കുരുവി വന്ന് കൂട് കൂടിയിരിക്കുന്നു. ഈ കുരുവിക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളും അവരാണ് കൊടുക്കുന്നത്. ഈ സ്കൂളിൽ പോകുന്ന കുട്ടി വളരെ ദൂരം സഞ്ചരിച്ച് വേണം ഇവർക്ക് പോകാൻ. തത്തകളും അതുപോലുള്ള സാധനങ്ങളെയൊക്കെ ഇവർ വളർത്താറുണ്ട്. അതുപോലെ തന്നെ മുൾച്ചെടികൾ വെട്ടിമാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കോടാലിയാണത്. പക്ഷേ അവരുടെ തനത് രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇതൊരു പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്തിൻ്റെ കഥകൾ അവർക്കും പറയാനുണ്ട്. ഇത് പ്രാകൃതമായിട്ടുള്ള മരവി തടിയിൽ തീർത്താണ്